ഓം ശാന്തി. പിതൃകോപം, പിതൃശാപം ഇവയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് എൻ്റെ അടുത്ത് കുറേ തവണയായി ചോദിക്കുന്നു കമൻസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ പിതൃക്കളുടെ ശാപം, പിതൃക്കളുടെ കോപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേറൊരു ലോകത്താരും കാത്തിരിക്കുന്നൊന്നുമില്ല നമ്മളെ ശപിക്കാനും അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടാനും ഒക്കെ ആയിട്ട്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ പിതൃകോപം ഉണ്ടാവും, ഇത് ചെയ്തില്ലെങ്കിൽ പിതൃകോപം ഉണ്ടാവും എന്നൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്. ഒരു കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്, നോർമൽ ഡെത്ത് ആണെങ്കിൽ അവർ അധികം വൈകാതെ റീബർത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ പിതൃ അഥവാ നിങ്ങളുടെ മുത്തശ്ശൻ, മുത്തശ്ശി അങ്ങനെ ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നു എന്ന് പറയുകയാണ്. അവർ പോയിട്ടാണെങ്കിൽ ജന്മം എടുത്ത് ചിലപ്പോൾ ആ 5-6 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയായിട്ടുണ്ടായിരിക്കും. അപ്പോഴും പറയണം അവരുടെ കോപം, അവരുടെ ശാപം എന്നൊക്കെ. വാസ്തവത്തിൽ അങ്ങനെ ആരുടെ പിതൃകോപം, പിതൃശാപമൊന്നുമല്ല. എന്താ അതിൻ്റെ ഉള്ള സീക്രട്ട് എന്നറിയുമോ നിങ്ങൾക്ക്? നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ, നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന നിങ്ങളുടെ കർത്തവ്യത്തിലുള്ളതായിരിക്കുന്ന ഭാഗം കൊടുക്കാതെ, അവരെ നോക്കാതെയും നിങ്ങളുടെ സുഖം മാത്രം നോക്കിക്കൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊതുവേ കാണുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞു ഭാര്യയും അമ്മയായിട്ട് ചേരില്ല, അതുകൊണ്ട് വേറെ വീട് വയ്ക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ മക്കളൊക്കെ വേറെ വേറെ വീട് വെച്ച് താമസിച്ചു, അച്ഛനും അമ്മയും ആ വീടിനുള്ളിൽ ഒറ്റയ്ക്ക് ആരും ഇല്ലാതെ കഴിഞ്ഞുകൂടി. ഇങ്ങനെയൊക്കെ കാലം കഴിഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ച മനസ്സിൻ്റെ പീഡനം, മനസ്സിൻ്റെ വേദന, അത് നിങ്ങൾക്ക് ശാപമായിട്ട് വന്ന് തീരെ തന്നെ ചെയ്യും. അതിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ആരും നിങ്ങളെ ശപിക്കേണ്ട. ഒരാൾക്ക് ഒരു കാര്യം ശാപമാവുന്നത് നിങ്ങൾ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള കാര്യം ഉണ്ടാവുമ്പോൾ അഥവാ വേണ്ടത് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് അവർ മനസ്സ് വേദനിക്കുമ്പോൾ ആ വേദനയാണ് നിങ്ങൾക്ക് ശാപമായിട്ട് ഭവിക്കുന്നത്. അല്ലാതെ ആരും നിങ്ങൾ അങ്ങനെ ആവട്ടെ എന്ന് ശപിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആവുകയല്ല ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ശാപം എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, മാതാപിതാക്കൾ നോക്കേണ്ട സമയത്ത് മാതാപിതാക്കളെ നോക്കാതെ മക്കൾ സുഖം അവനവൻ്റെ എൻ്റെ ഭാര്യയും കുട്ടിയും ഞാനും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും കുട്ടിയും ഞാനും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ലോകമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിണത ഫലമാണ് പിതൃശാപം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ദുഃഖത്തിൻ്റെ കണക്ക് തീർക്കാൻ എത്ര പുണ്യകർമ്മം ചെയ്താൽ പോലും സാധിക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മം അനുസരിച്ച്, അതായത് ഒരു പുത്രന് ഒരു പുത്രിക്ക് തൻ്റെ ജോലി നോക്കണ്ടെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചർ നോക്കണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കാൻ സാധിക്കില്ല, അവർ രോഗിയായി കിടക്കുകയാണെങ്കിൽ അവർക്ക് പരിചരണം കിട്ടാനുള്ള എന്തൊക്കെ വിധികളുണ്ട് ലോകത്ത്. അങ്ങനെ ഏതെങ്കിലും വിധികൾ ചെയ്തിട്ടാണെങ്കിലും അവരുടെ ശുശ്രൂഷ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് പകരം നിങ്ങൾക്ക് കാര്യങ്ങൾ, ധനമുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്, അവരെന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും മക്കൾ അങ്ങോട്ട് ചാടിക്കടിച്ച് ഉത്തരം പറയുക, എന്തെങ്കിലും അവർക്ക് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ട് കൊടുക്കാതെ അവരുടെ ആവശ്യമാണോ അതോ അവർക്ക് അനാവശ്യമായിട്ട് ചോദിക്കുകയാണോ യാതൊരു ചിന്തയില്ലാതെ ഈ വയസ്സായവർക്ക് എന്തിനാന്നൊക്കെ പറയുകയും അതിനൊക്കെ തഴയുന്നൊരു സ്വഭാവ സംസ്കാരം ഉണ്ടല്ലോ, ആ സ്വഭാവ സംസ്കാരങ്ങളാണ് മക്കൾക്ക് ശാപമായിട്ട് ഭവിക്കുന്നത്. അല്ലാതെ അങ്ങനെ നിങ്ങൾ ബലിയിട്ടില്ലെങ്കിൽ മേലെന്നൊരാൾ ശപിച്ച് നിങ്ങൾ വീഴും, അല്ലെങ്കിൽ മോളിന്ന് ആകാശത്ത് വേറൊരു സ്വർഗ്ഗമൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട് താഴോട്ട് വീണു പോവാൻ. അതിൻ്റെയൊക്കെ കർമ്മം. പിന്നെ ബലിയിടുന്നത് വേണ്ടതാണോ വേണ്ടാത്തതാണോ? തീർച്ചയായിട്ടും ഞാൻ പറയും വേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം മക്കളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ട കർമ്മം ചെയ്യാനുള്ള സമയത്തെങ്കിലും അവരെ ഓർമ്മിക്കുമല്ലോ. മാതാപിതാക്കളോടതായിട്ടുള്ള നിങ്ങളുടെ ഉപകാര സ്മരണ, അവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന, അവരെ ഇപ്പോൾ ഏത് ജന്മത്തിലാണെങ്കിലും ആരുടെ വീട്ടിൽ കുട്ടിയായിട്ട് ജനിച്ചിരിക്കുകയാണെങ്കിലും പ്രാർത്ഥന ജീവാത്മാവിൽ ചെന്ന് തന്നെ ചെയ്യും. നിങ്ങളുടെ അച്ഛനും അമ്മയായിരുന്ന ആത്മ, ആ ദേഹത്തിലൂടെ റോൾ ആക്ട് ചെയ്ത ആത്മ ഇപ്പോൾ ഒരു പക്ഷേ കഷ്ടമുള്ള രോഗമുള്ള ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആ പ്രാർത്ഥന സ്വാഭാവികമായി ആ ആത്മാക്കൾക്ക് ചെന്ന് എത്തിച്ചേരും, അവർക്ക് ആ ജീവിതത്തിൽ സുഖം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ നിങ്ങൾ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ബലിയിട്ടോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അങ്ങനെ ആരും ചെയ്യാറില്ല. എല്ലാവരും അവനവൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സ്വയം അവനവൻ്റെ കുടുംബത്തിനെ, മക്കളെ അവനവനെ ഓർക്കാനേ ഇന്നത്തെ ലോകത്ത് ആർക്കും നേരമില്ല. പിന്നെ വേണ്ട മരിച്ചുപോയവരെ കുറിച്ച്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഇതിൻ്റെ പുണ്യം അവർക്ക് അവരുടെ ഭാഗത്ത് ചെന്ന് ചേരും. അവരുടെ പേരിൽ നിങ്ങൾ അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു പുണ്യമായിട്ട് സപ്പോർട്ടായിട്ട് വരും. ഇത് അങ്ങനെ കണക്ക് അങ്ങോട്ട് ചെല്ലുന്നല്ല, പക്ഷേ സപ്പോർട്ടായിക്കൊണ്ട് അവർക്കൊരു കഷ്ടകാലം വരുമ്പോൾ ചില സപ്പോർട്ടായിട്ട് വരും. കാരണം നിങ്ങൾ അവരുടെ പുത്രനാണ്, അവരുടെ പേരിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു പുണ്യകർമ്മത്തിൻ്റെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ പ്രത്യക്ഷമായിട്ട് പോയില്ലെങ്കിലും പരോക്ഷമായിട്ട്
സുഖമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയും അവർക്ക് സുഖം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കിയില്ല, വേണ്ടത് കൊടുത്തില്ല, ചെയ്തില്ല, അങ്ങനെ പശ്ചാത്താപം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുണ്ടാവും. ചെയ്തിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ പോയിട്ട് അനുഭവിക്കേണ്ട രീതിയിലുള്ള ആഴത്തിലുള്ള കർമ്മക്കണക്കാണ്. അങ്ങനെയാണോ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദിവസവും അവർക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യൂ. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നേടാം. അല്ലാതെ ആരും നിങ്ങളെ ശപിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ മുജ്ജന്മത്തിൽ 4 തലമുറ മുന്നു ചെയ്തു പോയ ഒരു കർമ്മഫലം, ആ ഫലം ഞാൻ അനുഭവിക്കുക, ആ ഫലം അനുഭവിക്കുകയല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മോശഫലം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ഇതല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആ കർമ്മം നടക്കുന്ന സമയത്ത് അഥവാ അതിന് തുല്യമായിരിക്കുന്ന ഒരു കർമ്മം നടക്കുന്ന സമയത്ത് എവിടെയോ നമ്മൾ ഉണ്ടായിരുന്നു, അതിൻ്റെ പങ്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഫലം അനുഭവിക്കാൻ വന്നു ചേരുന്നത്. അല്ലാതെ നമ്മുടെ പിൻഗാമികൾ ചെയ്തു വെച്ചതായിരിക്കുന്ന കർമ്മഫലവും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത കർമ്മഫലവും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. ആരും നമ്മളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ കർമ്മം ശുദ്ധമാക്കിയാൽ നമുക്ക് വേണ്ട കർമ്മങ്ങൾ, വേണ്ട ഉത്തരവാദിത്വങ്ങൾ, ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ശാപവും ഏൽക്കാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യവുമില്ല. കർമ്മമാണ് ധർമ്മരാജനാകുന്നത്, കർമ്മമാണ് ഭാഗ്യം നിശ്ചയിക്കുന്നത്, കർമ്മമാണ് ഭഗവാന്റെ വലങ്കയായിക്കൊണ്ട് വിധി പറയാൻ പോകുന്നത്. കർമ്മത്തെ നന്നാക്കൂ, പേടിയില്ലാതെ ജീവിക്കൂ. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.